ഹലോ ഗൈസ്, അങ്ങനെ സാന്ത്വനം രണ്ടാം ഭാഗം പുതിയ പ്രൊമോയിലെ കാര്യങ്ങളൊക്കെ ആകപ്പാടെ കലങ്ങി മറിഞ്ഞു അല്ലെ ഗൈസ്. നമ്മുടെ ആര്യനെയാണ് ഇപ്പൊ എല്ലാവരും പ്രതിയാക്കുന്നത്. ആര്യം പറഞ്ഞിട്ടാണ് മിത്ര ആ സ്വർണം കൊണ്ടേ പണയം വെച്ചത് എന്നായി ഇപ്പൊ അവിടെ എല്ലാം. അപ്പം മിത്ര എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട് ആര്യൻ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, ആര്യൻ അറിയാതെയാണ് താൻ ആ സ്വർണം കൊണ്ടേ പണയം വെച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അച്യുതൻ വേറൊരു കഥയാക്കുകയാണത്. അതായത് എങ്ങാനും ഇത് പിടിക്കപ്പെട്ടാൽ ആര്യൻ അവളുടെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു, ഈ കുടുംബവും ആ ആര്യൻ മാത്രമല്ല ആര്യനും ആ കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു, എല്ലാ എല്ലാ പഴികളും എല്ലാ തെറ്റുകളും നീ ഒറ്റയ്ക്ക് ഏറ്റെടുത്തോളണം എന്ന് എല്ലാവരും കൂടി പറഞ്ഞിട്ടല്ലേ മിത്ര ഇങ്ങനെ പറയുന്നേ എന്നുള്ള രീതിയിലാക്കി നമ്മുടെ അച്യുതൻ കേട്ടോ. ആരും വിശ്വസിക്കുന്നില്ല. അപ്പൊ ആകാശാണെങ്കിലും ബാക്കി എല്ലാവരും ആണെങ്കിലും നമ്മുടെ മിത്രനെ വഴക്ക് പറയാണ്, ഗോമതി ഉൾപ്പെടെ. അതായത് ഈ സ്വർണം കിട്ടിയപ്പോൾ അവരുടെ മുഖത്തേക്ക് വലിച്ചെറിയേണ്ടതിന് പകരം നീ അത് പണയം വെക്കാൻ പോയി, അതും ഞങ്ങളോട് ഒരു വാക്ക് ചോദിക്കാതെ. ഈ കുടുംബത്തെ അപമാനിക്കലല്ലേ നീ ചെയ്തത്, നീ കാരണം ഈ കുടുംബത്തിന് ഇപ്പൊ എന്തൊരു നാണക്കേടായി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും മിത്രയെ കുറ്റപ്പെടുത്തുവാണ്. ലാസ്റ്റ് നമ്മുടെ ഗോമതിയുടെ അമ്മ വന്നിട്ട് നമ്മുടെ മിത്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കല്യാണം നടന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സങ്കടം പറയുന്നുണ്ട്. മിത്രയുടെ അച്ഛനാണെങ്കിൽ ആകെപ്പാടെ തകർന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ അച്യുതൻ ചെന്നിട്ട് മിത്രയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ചേട്ടൻ ഇതൊന്നും പറയുന്നത് വിശ്വസിക്കരുത്, ഇവളുടെ കള്ളക്കഥയാണ് ഇതെല്ലാം, ഇവളുടെ കള്ളക്കണ്ണീരാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ പറയുന്നുണ്ട്. അപ്പൊ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, നീ മിണ്ടാതിരിക്കെ, എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിർത്തുന്നുണ്ട്. അപ്പൊ മിത്ര ഭയങ്കര കരച്ചിലാണേ. കാരണം ദേവമംഗലത്ത് ഇപ്പൊ എല്ലാവരുടെയും ശത്രുത പിടിച്ചു പറ്റിയിരിക്കുകയാണ് നമ്മുടെ മിത്ര. മീനാക്ഷിക്ക് മാത്രമാണ് ആകെ സത്യം അറിയുന്നത് അല്ലേ. അപ്പൊ ഇനി എന്തൊക്കെയായി തീരും എന്നുള്ളത് കണ്ടു തന്നെ അറിയാട്ടോ. കാത്തിരിക്കാം. അപ്പൊ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.